ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവം നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു നാൾ കൂടി കർത്താവ് തന്ന ദൈവത്തിനായി നന്ദി. നമുക്ക് പ്രഭാതത്തിൽ സങ്കീർത്തന പുസ്തകം 51:2 ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 51:2 ഇങ്ങനെ വായിക്കുന്നു: എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഹല്ലേലൂയ. നല്ല വചനം. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് സന്തോഷത്തോടെ കർത്താവിനോട് നമ്മുടെ ഹൃദയത്തെ കർത്താവിനോട്ട് പകരാം. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എത്ര പേര് ഇന്ന് ഈ മെസ്സേജ് കേട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ കർത്താവായ ദൈവം നമ്മുടെ പാപത്തെ നീക്കും. ആ പാപത്തെ കഴുകാൻ കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം നമ്മളെ മേൽ ഒന്നുകൂടി വീഴാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, കർത്താധികർത്തനായ ദൈവമേ, നമ്മുടെ പാപങ്ങൾ, ഇരുളായ പാപം, അതിനെ കഴുകാൻ ഒരു ഡോക്ടർ, ഒരു മരുന്നിനോ ഒരു സോപ്പിനോ കഴിയത്തില്ല. അത് കർത്താവിൻ്റെ പുണ്യാക രക്തത്തിന് മാത്രം. ആ പുണ്യാക രക്തത്താൽ നമ്മുടെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കണമേ. ഒത്തിരി നാളുകളായി പാപങ്ങളിൽ വിട്ട് നടക്കുവാൻ, നമ്മുടെ പാപസ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തരായി മാറുവാൻ ആഗ്രഹിക്കുന്നു. അത് കഴിയാത്തവരെ ഓർത്ത് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ആ കർത്താവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. കടും ചുവപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ആ സ്വർഗീയ ആ ശക്തി, ആ രക്തം ഞങ്ങളിൽ വീഴട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് ഈ കേൾക്കുന്ന എല്ലാവരോടും, ഈ കുറിവാക്യം കേട്ട എല്ലാവരെയും കർത്താവ് പാവത്തെ പോക്കി, പാവത്തെ കഴുകി, കർത്താവിൻ്റെ രക്തത്താൽ കഴുകി, പുണ്യാക രക്തത്താൽ മുദ്ര വെച്ച് ശുദ്ധീകരിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് ഒരു നാളും മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ ഒരു പാവവും നമ്മളിൽ വരാതിരിക്കാം. നമുക്ക് ഇന്ന് മുതൽ നമുക്ക് ഒന്നുകൂടി ആരംഭം കുറിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായി. എല്ലാവരും പ്രാർത്ഥനയിൽ പാവത്തെ പോക്കി, പാവത്തെ കഴുകി ശുദ്ധീകരിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.